പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ താഴേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഇന്നലെ എൻ്റെ വീട്ടിൽ നടന്ന എൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ സദ്യയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ സാധനം നമ്മൾ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ആളെ കൊടുക്കും. അവർ ഏതെങ്കിലും പറമ്പിലോ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടും. അത് സമൂഹത്തിനും നാടിനും ഒക്കെ ഭയങ്കര അപകടകരമായി തീരും. ഞാൻ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾ നോക്കുക. ഈ സാധനത്തെ നമ്മൾ സംസ്കരിച്ച് നല്ല വളമാക്കി നമ്മളുടെ ചെടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും മാതൃകാപരമായിട്ട് ചെയ്യാവുന്ന സംഭവമാണ്. നമ്മളുടെ വീടിലെ വേസ്റ്റ് നമ്മൾ തന്നെ സംസ്കരിച്ച് യാതൊരുവിധ മാലിന്യ പ്രശ്നങ്ങളും പരിസരത്തിൽ ഉണ്ടാക്കാതെ, എന്നാൽ അത് നമുക്ക് രണ്ടാമത് പുനരുപയോഗം ഇത് വളമാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് വേസ്റ്റാണ്. ഈ വേസ്റ്റ് ഞാൻ എങ്ങനെയാണ് സംസ്കരിക്കാൻ പോകുന്നതെന്ന് വളരെ നിസ്സാരമായിട്ട് നമുക്ക് എല്ലാവരുടെയും വീടുകളിലും മാതൃകാപരമായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ അവതരിപ്പിക്കുന്നത്. എല്ലാ വീട്ടിലും മാലിന്യ സംസ്കരണം, എല്ലാ വീട്ടിലും കൃഷി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഈസി കമ്പോസ്റ്റർ. നമ്മൾ എല്ലാവരും വീട്ടിലെ എല്ലാ മാലിന്യങ്ങളും, പ്ലാസ്റ്റിക്കും കുപ്പിച്ചിലും എല്ലാ മാലിന്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് സംസ്കരിച്ച് വളമാക്കി മാറ്റാൻ കഴിയും. ആദ്യമായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. നമ്മൾ ഇതിന്റെ അടിയിൽ ഒരു ലെയർ നമ്മൾ ഈ ഇന്നോക്കുലം ഒരു ലെയർ ഇന്നോക്കുലം ഇതിന്റെ അടിയിൽ വീഴുക. നമുക്കിത് കൈകൊണ്ട് എടുത്ത് ഉപയോഗിക്കാവുന്ന സാധനം തന്നെയാണ് ഇന്നോക്കുലം. ഈ ഇന്നോക്കുലം ഇതായിട്ടൊന്ന് മിക്സ് ചെയ്ത് താഴ്ന്നു. ഇതിന് ശേഷം നമ്മളുടെ വേസ്റ്റ് നേരെ ഇതിനകത്തേക്ക് പതുക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇടുന്നതിനൊപ്പം തന്നെ ഇടയ്ക്ക് ഇതിങ്ങനെ നമ്മുടെ ഇന്നോക്കുലവും ഇവർ കൊടുക്കുക. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഉണ്ടോ? ഇത് വേണ്ട, നിലത്തെ പാത്രങ്ങളാക്കില്ല. ഇതൊരു 900 പേര് പങ്കെടുത്ത ഒരു സദ്യയുടെ വേസ്റ്റാണിത്. ഇതിന്റെ കൂടെ ഏറ്റവും അവസാനം ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ സ്ഥിരം ചെയ്യുന്ന ആ വേസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഞാൻ മണം ഒട്ടും പോലും ഇല്ല. അതൊക്കെ ഓൾറെഡി ഡീകമ്പോസിഷൻ തുടങ്ങി 4-5 ദിവസം കഴിഞ്ഞതാണ്. ഏറ്റവും മുകളിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും വീടുകളിൽ ഇതുപോലെ ഇന്നോക്കുലം ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം നമുക്ക് 30 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തൊരു പകുതി ഭാഗത്തോളം നല്ല ഉഗ്രം വളമായിട്ട് കിട്ടും. ആ സമയത്ത് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ എടുക്കാനുള്ള സമയക്കുറവ് കൊണ്ടാണ് നമുക്ക് എല്ലാം കഴിഞ്ഞ് വളമാക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി എടുക്കാൻ യാതൊരു കേടും പറ്റില്ല. പക്ഷെ നമ്മുടെ പ്ലാസ്റ്റിക് ഗ്ലാസ് ഇല്ലല്ലോ, ഈ ഗ്ലാസ്സുകളൊക്കെ തന്നെ ഇതിനകത്തേക്കും ഡീകമ്പോസ് ചെയ്ത് ചേരും. അതിനകത്ത് ചെറിയ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, അത് മാത്രം അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ഇങ്ങനെ എടുത്താൽ മതി. ഇപ്പം നമ്മൾ ഈ ഒരു മാതൃകാപരമായിട്ട് നമുക്കെല്ലാം ചെയ്യുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള പ്രസ്ഥാനങ്ങളിലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും മാലിന്യം നമുക്ക് വളമായി മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ മെച്ചം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും മാലിന്യം നമ്മൾ പുറമേക്ക് ഇട്ട് കഴിഞ്ഞാൽ പട്ടിയും പൂച്ചയും കീറി അതുപോലെ ആ പരിസരം മുഴുവൻ നാറ്റവും മണവും ഒക്കെ ആയി വളരെ മോശമാവുന്ന ഈ സാധനം നമുക്ക് ഉപയോഗിക്കാത്തക്കയില്ല. ഇതുപോലുള്ള ചെടികൾക്കും തെങ്ങിനും അതുപോലെ എല്ലാ ഞാൻ വളർന്നതിനെ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാത്തിനും ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈസി കമ്പോസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിക്കാം. ഇത് 30 ദിവസം കഴിയുമ്പോൾ ഞാൻ രണ്ടാമത് ഇതിന്റെ ബാക്കി വീഡിയോ കാണിക്കാം. ഇത് വളമായതിന്റെ വീഡിയോ നിങ്ങൾ കാണിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.